സന്തോഷമാണോ? 50 ലക്ഷം രൂപയുടെ ക്യാഷാണ് അല്ലേ? സമ്മാനം എന്ന് പറയുന്നത് 1-2 രൂപയുടെ അല്ല, 50 ലക്ഷം രൂപയാണ് അല്ലേ? നമ്മുടെ ആണെങ്കിൽ അത് കുറച്ച് പറയരുത്. അത് ഞാൻ ശക്തമായി പ്രതീക്ഷിക്കുന്നു, പ്രതിഷേധിക്കുന്നു അല്ലേ? ഏഷ്യാനെറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മണി വാല്യൂ ഉള്ളവരാണ് അവർ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. കാരണം ഏഷ്യാനെറ്റ് അല്ല അത് കൺട്രോൾ ചെയ്യുന്നത്, അത് ഹോട്ട്സ്റ്റാർ, അത് ഇൻ്റർനാഷണൽ ലെവൽ, അത് ഷോ എൻ്റെ മോൾ ഷോ. പക്ഷെ നമ്മൾ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റെമ്യൂണറേഷനാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ, എനിക്ക് നല്ല റെമ്യൂണറേഷനാണ് കിട്ടിയത്. ഒരെണ്ണം ഏഷ്യാനെറ്റ് കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ, അവരുടെ പ്രോഗ്രാമിന് കിട്ടാൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ നമുക്ക് പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഇപ്പോൾ ഈ കയറിയിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഒന്നുകിൽ പെർ ഡേ അല്ലെങ്കിൽ വീക്ക്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സീസണിലാകുമ്പോഴത്തേക്ക് സീസൺ 2-ലൊക്കെ പെർ ഡേ 50,000, 40,000, 30,000, 20,000 വെച്ചാണ് പെർ ഡേ. മനസ്സിലായില്ലേ പലർക്കും കിട്ടിയത്? എനിക്ക് അത്രയൊന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ ഒന്നുമല്ലായിരുന്നു, ഞാൻ സാധാ കോമൺ മാനാണ്, അന്നും ഇന്നും കോമൺ മാനാണ്. അപ്പോൾ അതുകൊണ്ട് എമൗണ്ട് പ്രധാനമാണ്. 2, ഈ പറയുന്ന കണക്ക് കിങ് അല്ലേ, നിങ്ങളെല്ലാവരും കൂടെ രാജാവാക്കുമല്ലോ. അപ്പോൾ വിന്നറായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന കിരീടം, പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന മൈലേജ് അല്ലേ, പിന്നെ ഈ ഉദ്ഘാടനങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞതിനൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ഇറങ്ങിയവരൊക്കെ ഓരോ ഉദ്ഘാടനത്തിന് 5 ലക്ഷം, 4 ലക്ഷം, 3 ലക്ഷം അല്ലേ, അങ്ങനെയൊക്കെ വാങ്ങിച്ച ഫ്ലാറ്റുകളും വണ്ടികളൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കട്ടെ. അത് ഉണ്ടാക്കുന്നവർ മാക്സിമം ഉണ്ടാക്കട്ടെ, നല്ല കാര്യം. പക്ഷേ രജിത്തേട്ടൻ ഇപ്പോഴും ഏത് പരിപാടിക്ക് പോയാലും കട്ടൻ ചായയും പരിപ്പുവടയും. ഇതിലാരെങ്കിലും എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നവരുണ്ടെങ്കിൽ കൈവക്കുകയാണ് ഇല്ല. അപ്പം നമ്മൾ സാധാ കോമണ്ടർ തന്നെയാണ്, അങ്ങനെ പോകുന്നതുകൊണ്ട്. ബിഗ് ബോസിൽ ഇപ്പോൾ വന്നിരിക്കുന്നതും എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും ഒരു നോർമൽ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു 5-6 പേരെ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാവരും പലരും കണ്ടിട്ടില്ലാത്തവരാണ്. അതിലുള്ള എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു മുൻനിര ഒരു 4-5 പേര് മാത്രമല്ലേ നമ്മളെല്ലാവരും കൂടെ. ബാക്കി എല്ലാവരും ഏകദേശം പല മീഡിയകളിലും, ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബേഴ്സിലും അല്ലെങ്കിൽ വ്ളോഗിലും അങ്ങനെ പലരും എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും കയറി വരട്ടെ. അത് കപ്പ് ആരെ അടിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, അത് ഈ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ചിലരുടെ എനർജി തളരുമ്പോഴത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരാഴ്ച അതിനെ ലൈവാക്കി നിർത്തിയത് നമ്മുടെ സ്വന്തം രതീഷ് കുമാർ തന്നെ, യാതൊരു സംശയമില്ല. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ ആദ്യം ആരും പറയില്ല, അറിയാമല്ലോ, ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റും. ഇപ്പോൾ തൊട്ടങ്ങോട്ട് ഞാൻ പറയും, രതീഷ് തന്നെയാണ് പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു തരം സ്ട്രാറ്റജിയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് രതീഷിൻ്റെ എനിക്ക് തോന്നുന്നത് കരയാൻ സാധ്യതയുണ്ട്. അടുത്തിനി വരുന്ന സംഭവം എന്ന് പറയുന്നത് ഇമോഷണൽ സാധനങ്ങളിലേക്ക് കയറാനുള്ളതാണ്. അതാണ് സംഭവം.